ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരാഴ്ച എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഒരാൾക്ക് പനി കുറയുമ്പോഴത്തേക്ക് അടുത്തയാൾക്ക്. കുഞ്ഞിപ്പെണ്ണിന് ആദ്യം തുടങ്ങി, അതൊന്ന് കുറഞ്ഞ് വന്നപ്പോഴത്തേക്ക് അക്കുവിനുമായി. അക്കുവിന് പിന്നെ സ്കൂളിൽ ഓണപ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ചെറിയ വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾ സ്കൂളിലൊക്കെ പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല പനിയായി, കിടപ്പുമായി. ഇന്നിപ്പോൾ പല ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചതാണ്. ഞായറാഴ്ച മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ദിവസത്തെയും ഉണ്ട് കേട്ടോ. എന്നും വിചാരിക്കും വീഡിയോ എടുക്കണം, വീഡിയോ ഇടണം. എന്നിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, വീഡിയോ ഇടാനും പറ്റത്തില്ല. അങ്ങനെ ഒരാഴ്ചയായിട്ട് കുറേശ്ശെ എടുത്ത് വെച്ചതാണ്. ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ്. പള്ളിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞ് വെച്ച് ബത്തേരിക്ക് പോയതാണ്. അക്കുവിന് ഓണപ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഡ്രസ്സ് എടുക്കുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത പോലെ തിരക്കായിരുന്നേ. ആദ്യം കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കയറി. എന്നിട്ട് പിന്നെ തിരക്കൊക്കെ ആ കുഞ്ഞിപ്പെണ്ണ് ഇതിലെല്ലാം ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ചേട്ടായി അവളെയും കൊണ്ട് വണ്ടിയിൽ പോയിരുന്നു. ഞാനും അക്കുവും കൂടിയാണ് പിന്നെ ഡ്രസ്സൊക്കെ നോക്കിയെടുത്തത്. ഭയങ്കര തിരക്കായതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങാനും പെട്ടുപോയാൽ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോയാണ്. കുഞ്ഞിപ്പെണ്ണിന് പനിയായിട്ട് അവളെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് പിന്നെ വീട്ടിലേക്ക് പോന്നു. കുഞ്ഞിപ്പെണ്ണിന് പനിയായതുകൊണ്ടേ 2 എക്സാമും എഴുതാൻ പറ്റിയില്ല, ഓണ പ്രോഗ്രാമിനും പോയിട്ടില്ലായിരുന്നേ. ഇന്നലെ എടുത്ത വീഡിയോയാണ് ഇത്. ഇന്നലെ റേഷൻ കടയിൽ പോയി റേഷനൊക്കെ മേടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് ഈ കടമാഞ്ചിറ. അവിടെ നിന്ന് വെറുതെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നതാണ്. ബത്തേരിയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് വരാനുള്ള ദൂരം. ഇതൊരു നീന്തൽ പരിശീലന കേന്ദ്രമായിരുന്നേ. നല്ല മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ഒന്നുകൂടെ രസമായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നല്ല മഴ പെയ്യുന്ന ഒരു സമയത്തൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. അതാണ് കാണാൻ രസം. കടമാഞ്ചിറയിൽ ഇപ്പോൾ വലിയ സംരക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ കൂടെ നടന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ താഴെ നല്ല വയലും ചെണ്ടുമല്ലി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പൂക്കളൊക്കെ വേണ്ടവർക്ക് ഇവിടുന്ന് മേടിക്കുകയൊക്കെ ചെയ്യാം. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൂക്ഷിച്ചും കണ്ട് നടക്കണം, കൈവരിയൊന്നുമില്ല. ഇതാ ഇവിടെ കൂടി ഇപ്പോൾ നടന്നു വന്നത്. നമ്മുടെ വണ്ടി അത് ഓട്ടോ അവിടെ റോഡിൽ കിടക്കുന്നത് കാണാം. ഇപ്പുറത്തെ സൈഡ് വയലാട്ടോ. നല്ല രസമുണ്ട്. കുറേ പൂക്കളൊക്കെ ആയിട്ട് ഓണത്തിന് പൂക്കളൊക്കെ വേണ്ടവർക്ക് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ചേട്ടായി, അത് എവിടെ എന്തെങ്കിലും കൃഷികളുണ്ടാവില്ലേ? അപ്പോൾ നോക്കാനിരിക്കുന്ന സ്ഥലമല്ലേ ആ ഷെഡ്? ചെണ്ടുമല്ലി 2 കളറല്ലേ ഇവിടെ ഉള്ളത്? ഇവിടെ 2 കളർ ചെണ്ടുമല്ലി ഉണ്ട്. തിരിയാനുള്ള വഴിയോ? നല്ല രസമുണ്ടല്ലേ പൂ കാണാൻ? ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ കുറച്ച് സൂര്യകാന്തി പൂക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണും ഞാനും എല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കുക. വെയിലായതുകൊണ്ടേ ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വേഗം നിങ്ങൾ പോന്നു. അക്കു ഓണ പ്രോഗ്രാമിന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അവൾ തിരിച്ച് ടൗണിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും ടൗണിലെത്തണം. അവൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മീനും മേടിക്കണമായിരുന്നു പോരുന്ന വഴിക്ക്. കുറച്ച് മത്തിയും കൂന്തളും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്ത് കാണിച്ച മീനില്ലേ, അതിന് ഇവിടെ പറയുന്ന കടലാടെന്നാ. അത് ഞങ്ങൾ മേടിച്ചില്ല. കടലാട് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് എടുത്തതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ആ കടലാടെന്ന് പറയുമ്പോൾ അറിയത്തില്ല. അതെന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നത്തെ വീഡിയോയാണ്. ഇന്നിപ്പോൾ കൂന്തൾ റോസ്റ്റും വെക്കുന്നുണ്ട്, മത്തി കറിയും വെക്കുന്നുണ്ട്. കൂന്തളും 1 കിലോയെ മേടിച്ചുള്ളൂ, മത്തിയും 1 കിലോയെ മേടിച്ചുള്ളൂ. അപ്പോൾ രണ്ടും കറിയാക്കുന്നുണ്ട്. കൂന്തൾ റോസ്റ്റ് ആട്ടോ വെക്കുന്നത്, കറിയല്ല.
കൂന്തൽ റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. മീൻകറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകും മഞ്ഞളും എല്ലാം ചേർത്ത് മൂപ്പിച്ച് പുളിവെള്ളവും ചേർത്ത് നന്നായിട്ട് വറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴാണ് തിളച്ച വെള്ളം ഒഴിച്ച് മീനും ഒക്കെ ഇട്ട് അങ്ങനെ മീൻകറി അടുപ്പ് വെച്ചിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ട് പൊടികളൊക്കെ ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാലയാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ അതിടാം. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുരുമുളകും പച്ചമുളകൊക്കെ ഇടാം. ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പിലയും ഞാൻ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ തളിരല്ലേ. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അടച്ചു വെക്കാം. മീൻകറിയിൽ ഞാൻ കുടംപുളിയാട്ടോ കിട്ടുന്നത്. കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വെക്കും. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് വറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് പരുവത്തിലായി കഴിയുമ്പോൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് മീനും ചേർത്ത് അങ്ങനെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ കൂന്തൽ റോസ്റ്റിന് തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ പൊടികളും ഒക്കെ മൂത്ത് കഴിഞ്ഞപ്പം അതിലേക്ക് കൂന്തലും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പും ഒക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട്. പനിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് കഴിക്കാൻ വേണ്ടി ആഗ്രഹം. ഒരാൾക്ക് പുട്ടും കടലയും കഴിക്കണം, ഒരാൾക്ക് കൂന്തൽ റോസ്റ്റ് കൂട്ടി ചോറുണ്ണണം. അപ്പോൾ ഇന്ന് പിള്ളേരുടെ ഇഷ്ടത്തിനാട്ടോ ഓരോന്നുണ്ടാക്കുന്നത്. ഞാൻ കാബൂളി കടല ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളക്കടല അല്ലെങ്കിൽ കാബൂളി കടല എന്ന് അതിനോട് പറയുന്നത് കേട്ടോ. മറ്റേ കടലയ്ക്ക് കറുത്ത കടല എന്നും പറയും. അപ്പോൾ ഇതാ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, സവാള, പച്ചമുളക്, തക്കാളി, സർവ്വസുഗന്ധിയുടെ ഇല, പിന്നെ കറിവേപ്പിലയുണ്ട്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അത്ര സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കില്ല. അതുകൊണ്ട് പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണേ. നമ്മൾ കറുത്ത കടലയില്ലേ, അത് കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ വെറുതെ മസാല ഇട്ടിട്ടാണെങ്കിലും കറി വെക്കുമല്ലോ. പക്ഷേ ഈ വെള്ളക്കടലയ്ക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്ന കേട്ടോ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ കറി വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒന്ന് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. ഇനിയിപ്പോൾ സവാള കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവാളയും പച്ചമുളകും കൂടെ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കടലയിൽ ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ഒരുപാട് ചേർക്കുന്നില്ല, കുറച്ച് ചേർക്കുന്നുള്ളേ. ഇത് മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് കേട്ടോ. ഇപ്പോൾ സവാള വഴന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിക്കാം. പൊടികൾ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ കുക്കറിൽ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി പൊടികളൊക്കെ മൂപ്പിച്ച് ചേർത്തിട്ട് കടലയും 2-ാം പാലും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ചും കറി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. 2-3 പാലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ വഴറ്റി കടല കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കടല ചേർത്ത് കൊടുക്കുവാണേ. ഇനിയിപ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ കറി റെഡിയായി. കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് അരച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കൊഴുപ്പും കിട്ടുവേ. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ച് ചേർത്താലും മതി. ഞാൻ കുറച്ച് കടല എടുത്തിട്ട് നല്ലതുപോലെ അരച്ച് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. കൂന്തൾ, കണവ എന്നൊക്കെ പറയും. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കണ്ട. കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ വെന്ത് വന്നോളും.
റേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബക്കറ്റ് രണ്ടും കഴുകുവാണ്. എന്നിട്ട് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കുക. വെയിലൊക്കെ ഉള്ള സമയമാണ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. വഴി പോണ്ടേ, സന്ധ്യയായി. 2 ചാക്കിലേയും 2 സൈസ് അരിയാ, വേവിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ബക്കറ്റിലായിട്ടാണ് ഈ അരി ഇട്ട് വെക്കുന്നത്. ചെള്ള് കയറാണ്ടിരിക്കാൻ മറ്റേ ഇല ഇടൂലേ? ആര്യവേപ്പിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ ഇടാം. 2 അരിയാ? 2 അരിയോ? ഫസ്റ്റ് ഇതാ ഇച്ചിരി മോശം. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.